ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മളെ +2 കെമിസ്ട്രിയാണ് നമ്മുടെ തൊട്ടടുത്ത് വരുന്ന എക്സാം. അത് കഴിഞ്ഞ് ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോകൾക്കെല്ലാം വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പൊ ഞാൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു കിഡിലൻ, ഒരു വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ ഒരു 5 സ്റ്റാർ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും ഒന്നല്ല 2 ക്വസ്റ്റ്യനുകൾ, അതിന്റെ ട്രിക്ക് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പും നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ 5ഓളം ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുന്നേയും ട്രിക്കുകൾ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൾബ് പറഞ്ഞ ഒരു കഥയാണ്. എന്താണ് കോൾബ് പറഞ്ഞ കഥ? കോൾബ്സ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ നിങ്ങൾ പലരും മറന്നു പോകാതിരിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത്. കോൾബ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ റോസൻമണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, വുഡ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും മറക്കേണ്ട, മുന്നത്തെ വീഡിയോകൾ കണ്ടാൽ മതി കേട്ടോ. കോൾബ്സ് റിയാക്ഷൻ അതിനകത്തെ മാത്രമല്ല ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഓരോ ഓർഗാനിക് കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഇനിയും 2.5 ദിവസവും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. നമ്മൾ പറയുന്ന പോലെ ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ബാച്ചസ്, അതിനകത്ത് ഫീസ് ആർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ആപ്പ് സൗകര്യമുണ്ട്. ആപ്പിനകത്ത് വീഡിയോസ് കണ്ട് പഠിക്കാം. മുന്നത്തെ ലൈവുകളൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കോൾബ്സിലോട്ട് പോകാം. കോൾബ്സ് റിയാക്ഷനിലോട്ട് പോകുമ്പോൾ എന്താണ് ഇതിനകത്ത് കോൾബ് പറഞ്ഞ കഥ? നമ്മുടെ ഓൾ എന്ന് പറയുമ്പോൾ ഫീനോളാണ്. ഫീനോളിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓൾ എന്ത് ചെയ്തു? ഫീനോൾ ഓളെ ഉപ്പിലിട്ടു എന്നാണ് പറയുന്നത്. ഉപ്പ് എന്ന് പറഞ്ഞാൽ എണ്ണയല്ലേ? അപ്പൊ NaCl എന്ന് എഴുതരുത് കേട്ടോ. ഉപ്പ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉപ്പ് എന്ന് ഉദ്ദേശിച്ചത് എണ്ണയാണ്. ഓളയാണ് ഉപ്പിലിടുന്നത്. അപ്പൊ NaOH ഓളാണ്. മനസ്സിലായില്ലേ? ഓളെ ഉപ്പിലിട്ടു എന്ന് വെച്ചാൽ, ഓൾ എന്ന് വെച്ചാൽ ബെൻസീൻ ഉണ്ടെങ്കിലും മുകളിൽ OH വരുന്നതാണ്, ഫീനോളാണ്. ഉപ്പിലിട്ടു എന്ന് പറഞ്ഞാൽ എണ്ണയാണ്, NaOH ആണ്. അപ്പൊ ഓളെ ഉപ്പിലിട്ടപ്പോ ഓൾ എന്തായി? ഓള് ഓനായി. കണ്ടോ? ഓനായത്. ഓനായി. ഓന് ശ്വാസം വിട്ടു. ശ്വാസം വിടുമ്പോ പുറത്തേക്ക് പോകുന്ന ഗ്യാസ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഓന് ശ്വാസം വിട്ടു. വിട്ടപ്പോ കണ്ടോ? ഓളുടെ കയ്യില് പൊള്ളി. ഓന് ശ്വാസം വിട്ടപ്പോ ഓളുടെ കയ്യാ. ഇനി ഓനെ മാറ്റണ്ട, ഇനി ഓളുടെ കൈയാണ് പൊള്ളുന്നത്. അപ്പൊ ഓളെ തന്നെയാ കൊണ്ടുവരേണ്ടത്. ഓളെ കൊണ്ടുവന്നിട്ട് ഓളുടെ കൈ ഇതാണ്. ഇത് കാല്, ഇത് കൈ. അപ്പൊ കയ്യിലൊരു പൊള്ളല് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ആസിഡ് ആണ്. COOH ആണ്. അപ്പൊ അവിടെ എഴുതേണ്ടത് കൈ പൊള്ളി എന്ന് പറഞ്ഞാൽ ആസിഡ് വന്നു കയ്യിൽ എന്നാണ്. അപ്പൊ COH എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്. അപ്പം ഓളുടെ കൈ പൊള്ളിയില്ലേ? അപ്പൊ ഓളെ വിളിക്കുന്ന പേരാണ് ഇനി സാലിസിലിക് ആസിഡ് എന്നാണ് വിളിക്കുക. ഓളെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ ഓളെ എന്താ വിളിക്കുക? സാലിസിലിക് ആസിഡ്. അപ്പം ഇത് 2000 കഴിഞ്ഞ സേക്ക് വന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഓളെ, ഫീനോൾ, ഉപ്പ്, NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എന്താണ്? സോഡിയം ഫീനോക്സൈഡ് ആവും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അവിടെ ഒരു H+ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട്, അപ്പൊ ഓളെ ഉപ്പിലിട്ടു എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഓൾ ഉപ്പിലേക്ക് വന്നു, NaOH ആയി. അതൊക്കെ ഓനായി. ഓന് ശ്വാസം വിട്ടു. അപ്പൊ ഓളുടെ കയ്യിൽ ഇത് ആസിഡ് വന്നു. വളരെ സിമ്പിൾ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഇതിനകത്ത് കോഡ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വളരെ സിമ്പിൾ ആക്കി ചെയ്തു. ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള കോഡുകൾ ഇതിനകത്ത് എന്തുണ്ട്? ഇനിയും അങ്ങോട്ട് വരാൻ കിടക്കുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഞാൻ പറയുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ കോഡുകളാക്കി പഠിപ്പിച്ചുകൊണ്ടാണ് 5 മാർക്ക് 24ലോട്ടും അതുപോലെ ഒത്തിരി 6 27ഉം 5 7 കണ്ടായിരുന്നു 28ലോട്ടും 6 32. ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞു കണ്ടില്ലേ? കെമിസ്ട്രിയിലെ T മാർക്ക് നോക്കും 36, ബയോളജിയിലെ T മാർക്ക് നോക്കും 39. ഇവിടെ 9 മാർക്ക് T മാർക്ക് ആദ്യം അവർക്ക് 15 ആയിരുന്നു. പിന്നെ വന്ന ചേഞ്ച് ആണ് ഈ 36 39. പിന്നെ കണ്ടോ, ഇവര് ഫെയിലായി. പിന്നെ എക്സാം എഴുതാൻ നോക്കി, പക്ഷെ ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോ കണ്ടോ, +1 36, +2 46. ഒരു 6 മാർക്ക് കൂടി ഫെയിലായി. അട്ടപടലം ഫെയിലായ ഒരു സ്റ്റുഡന്റിന് A+ അടുത്തെത്തി എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ. 6 മാർക്ക് പിന്നെ 35ലോട്ട്, അങ്ങനെ ഒരുപാടുകൾ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ +2 ഫിസിക്സിൽ 40-നടുത്ത് മാർക്ക് വാങ്ങിയ ഒരു കേസാണ് കേട്ടോ. ഫെയിലായിട്ട് 17 30. ഇനിയിപ്പം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ അതിനകത്ത് നിങ്ങൾക്ക് ആപ്പിൽ ലൈവായിട്ടും അതുപോലെ തന്നെ റെക്കോർഡറായിട്ടും മുമ്പ് ചെയ്ത നിങ്ങൾ കാണാത്ത ലൈവുകൾ ലൈവായിട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം റെക്കോർഡറാണ്. അപ്പം അതുപോലെ ഇത് ബയോളജിയും മാത്സും. ഈ പയ്യൻ 3ാമത്തെ തവണയാണ് നമ്മളെ കുറിച്ചറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയി. ഇന്നിപ്പം ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ പഠിച്ച് പ്ലേസ്മെന്റ് ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പിന്നെ ഞാൻ ബാച്ചിലെ റിസൾട്ടാണ്. ഇതൊന്നും ഞാനിപ്പം തൽക്കാലം പറയുന്നില്ല. ഇതൊക്കെ വളരെ ആവറേജ് ആയിട്ടുള്ള, വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പോലും ബാച്ചിൽ എന്താണ് മികച്ച റിസൾട്ടിലോട്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത കോഡ് പഠിക്കണ്ടേ? കിഡിലൻ കോഡ്.
അപ്പൊ ഞാൻ അതിനകത്തെ അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ നമ്പർ ഇതാണ്. ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതിപ്പം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം നമുക്ക് ക്ലാസ്സുകൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതിനകത്തുണ്ട്. 77 36 70 70 45 എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇതിനകത്തെ പിന്നെ നമ്മുടെ വീഡിയോകളുടെ ലിങ്ക് വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും. ഇനിയിപ്പോ ഫിസിക്സ്, മാത്സ്, ബയോളജി ഒക്കെ അതിനകത്ത് വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ലിങ്ക് ഇതിനകത്ത് കമന്റ് ബോക്സിൽ വെക്കാം. അപ്പൊ ജോയിൻ ആകാൻ മറക്കണ്ട. പിന്നെ ഇതിനകത്ത് ഇനി നമ്മൾ നോക്കൂ, എപ്പോഴും ചോദിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നല്ല രണ്ടുകൂടി പറയാം. ഇതിനകത്ത് ഒരു റിയാക്ഷൻ എന്താണെന്നറിയോ? അപ്പൊ നിങ്ങൾ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ഹൈപ്പ്, അതാണ് നമ്മുടെ സപ്പോർട്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മറ്റ് വീഡിയോകളൊക്കെ ചെയ്യണ്ടേ? ഇനിയും കെമിസ്ട്രിയുടെ വീഡിയോകൾ വേണ്ടേ? അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീനോളാണ്. സിങ്കുമായിട്ട് ഓളെ പ്രവർത്തിച്ചാൽ സിങ്ക് ഡസ്റ്റ് ആണ്. സിങ്ക് ഡസ്റ്റ് ഫീനോളുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? സിങ്ക് കള്ളനാണ്. സിങ്ക് നമ്മുടെ ഫീനോളിന്റെ മുത്ത് അടിച്ചുകൊണ്ട് പോകും, ഓക്സിജൻ അടിച്ചുകൊണ്ട് പോകും. പിന്നെ സിങ്കായിട്ട് നോക്കി നമ്മുടെ ഫീനോളിന്റെ പോയി, സിങ്ക് അടിച്ചുകൊണ്ട് പോയി, സിങ്കിന്റെ അടുത്തായി പിന്നെ അപ്പൊ സിങ്ക് കള്ളനാണ്, നമ്മുടെ ഫീനോളിന്റെ മുത്ത് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു മാലയിലെ മുത്ത് അടിച്ചുകൊണ്ട് പോയി. അപ്പം പിന്നെ ഇവിടെ ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, അതിനകത്ത് എഴുതണമെന്നില്ല. ഇത് ബെൻസീനായി മാറും. അത് ഹൈഡ്രജൻ അവിടെ ഉണ്ടില്ല, എഴുതിയില്ലെങ്കിൽ ബെൻസീനായി മാറും. മനസ്സിലായില്ലേ? അപ്പൊ ഫീനോള് സിങ്ക് ഡസ്റ്റ് എന്തായി? ബെൻസീനായി മാറി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് റിയാക്ഷനുകൾ ചോദിക്കാറുണ്ട്. സിങ്ക് ഡസ്റ്റ് സിങ്കുമായി ഫീനോൾ വന്നാൽ നിങ്ങൾ ആലോചിക്കുക, സിങ്ക് കള്ളനാണ്, ഫീനോളിന്റെ മുത്ത് അടിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാണ്ടല്ലോ, മറക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ഫീനോൾ നമുക്ക് പൊള്ളിച്ചാലോ? ഫീനോൾ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫീനോൾ പൊള്ളിച്ചത് ഇനി വവ്വാല് തൂങ്ങുന്ന കുമീനൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ എന്താ പറയുക, ഒരുപാട് കൂടുകളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഫീസ് വളരെ അഫോർഡബിൾ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ജോയിൻ ആകാൻ പറ്റുന്ന രീതിയിൽ ഫീസ് കുറച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങ് ആപ്പിൽ അങ്ങ് ജോയിൻ ആയിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട വീഡിയോസ് അങ്ങ് കണ്ടങ്ങ് പഠിച്ച് അങ്ങോട്ട് സെറ്റ് ആവാം. അപ്പൊ ഇതിനകത്തെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ഫീനോള് ഓൾ എന്ന് പറഞ്ഞാൽ വായിച്ചാണല്ലോ. ഫീനോളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പൊള്ളിക്കാണ്. കോൺസെൻട്രേറ്റഡ് HNO3 പാടില്ല, പാവമാണ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കടുത്ത എന്താണ്, ആസിഡാണ്. അപ്പൊ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫീനോളിന്റെ കൈ പൊള്ളും, രണ്ട് കൈയും പൊള്ളും, കാലും പൊള്ളും. അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യരുതേ. NO2 വരും. കണ്ടോ, ഇതാണ് നമ്മളെ NO2. ഇങ്ങനെ എഴുതാൻ കുഴപ്പമില്ല കേട്ടോ. ഇനി NO2 നിങ്ങൾ ഇനിയിപ്പം അങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ല. ഇത് എന്നാണ് അവിടെ ലിങ്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ NO2 എന്ന് എഴുതിയത്, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പിക്രിക് ആസിഡ് എന്നതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഫീനോൾ പൊള്ളിച്ചാൽ കിട്ടുന്ന വിഭവമാണ് പിക്രിക് ആസിഡ്. ഫീനോളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് HNO3 എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് എന്താ ചെയ്യാണ്, പൊള്ളിക്കുകയാണ്, ആസിഡിലിട്ട് മുക്കുകയാണ് ഫീനോളിനെ. അപ്പം ഇവിടെ NO2 കയ്യും കാലും ഒക്കെ പൊള്ളും എന്ന് ഓർത്തിച്ചിട്ട് ഇങ്ങനെ ഇത് പഠിച്ചു വെക്കാം. ഇതിന്റെ പേരാണ് പിക്രിക് ആസിഡ്, അല്ലെങ്കിൽ ഇത് 2ലും 4ലും 6ലും നൈട്രോ വരുന്നതാണ്. അപ്പൊ 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ. തൽക്കാലം നിങ്ങൾ ഇത് എങ്ങോട്ട് മനസ്സിലാക്കിയത്. ഇനി ഇതിനകത്തെ അതൊക്കെ നമ്മളെ കോഡുകൾ വെച്ച് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇത് നോക്കൂ നിങ്ങൾ, OH ഇവിടെ ഭയങ്കര ആസിഡിൽ ഫിനോളിനെ ഇടാതെ ചെറുതായി മുരിച്ചെടുത്താലോ, ഡൈലൂട്ട് ആസിഡ് HNO3 ഇട്ടാലോ, അപ്പം എന്താ സംഭവിക്കുക? അപ്പൊ നിങ്ങൾ ലോജിക്ക് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, അങ്ങനെ ചെറുതായി മുരിച്ചെടുത്താൽ ഓളുടെ ഫീനോളിന്റെ എന്ത് ചെയ്യും, ഒന്നേ കൈ പൊള്ളും, അല്ലേ ഒന്നേ കൈ പൊള്ളും, അല്ലേ എന്ത് പൊള്ളും, കാല് പൊള്ളും. അപ്പൊ ഫീനോളിന്റെ എന്ത് ചെയ്യുക, കാല് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ NO2 കൊടുക്കുക. അപ്പൊ ഇതാണ് ഡൈലൂട്ട് HNO3. ഇതാണ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഓർത്തോ നൈട്രോഫീനോള്, ഇത് പാരാ നൈട്രോഫീനോള്. അപ്പൊ വേണമെങ്കിൽ ഇത് 2ലാണ്, ഇതാണ് 1ാം സ്ഥാനം, വായിച്ചിരിക്കുന്ന നമ്പറാണ് 1. അപ്പൊ ഇത് 2 നൈട്രോഫീനോൾ എന്ന് പറയാം. അല്ല, ഇതിപ്പോ എത്രയാ വരുന്നത്, വായിച്ചിരിക്കുന്ന 1, അപ്പൊ ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ, 4 നൈട്രോഫീനോൾ എന്ന് പറയാം. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ ഇത് ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ എടുത്താൽ ഫീനോളിന്റെ കൈ രണ്ടും NO2 വരും, കാലിലും NO2 വരും. പിന്നെ ഓൾ തന്നെയാണ് വായിച്ചത്. പിന്നെ ഫീനോളിനെ ഡൈലൂട്ട് HNO3 ഇട്ടാൽ ചെറുതായിട്ട് പൊള്ളിക്കാണ്. അപ്പം ഒന്നേ കൈ പൊള്ളും, പിന്നെ അല്ലെങ്കിൽ കാല് പൊള്ളും. അപ്പൊ രണ്ടും വേറെ വേറെ വരച്ചു വെക്കാം. മനസ്സിലായില്ലേ? അപ്പം പിന്നെ ഞാൻ അതിന്റെ IUPAC നെയിം നമ്പറൊക്കെ പറഞ്ഞതാണ്. അത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, സിമ്പിൾ ആക്കിയിട്ട് പഠിച്ചു വെക്കുക. ഓർഗാനിക് ഒക്കെ കോഡ് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. മറ്റേ ഇലക്ട്രോ കെമിസ്ട്രി സൊല്യൂഷൻ അതിനേക്കാളൊക്കെ സിമ്പിളാണ് ഓർഗാനിക്. മനസ്സിലായില്ലേ? അപ്പം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഓർഗാനിക് ഒക്കെ ലൈവിൽ നമ്മുടെ വീഡിയോസ് ഉണ്ട്, അങ്ങോട്ട് കാണുക. 77 36 70 70 45. ഇപ്പൊ ആർക്കും അഫോർഡബിൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഫീസൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.